എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? രാവിലെ ആയതുകൊണ്ട് കുറച്ചിങ്ങനെ ഒരു സൗണ്ട്, ഒരു കരകരപ്പുണ്ടായി. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ജ്യോതിട്ടനെ കൊണ്ട് ആക്കിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടികളിലേക്ക് കിടക്കണം. ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ മമ്മീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ പോകണം, 8:15 പോകണം. വാച്ച് നോക്കുന്നു, വാച്ചില്ല കേട്ടോ. ഇവിടുത്തെ ക്ലോക്ക് പൊട്ടിപ്പോയി. ഗോതുട്ടൻ ബോൾ കളിച്ചപ്പോഴത്തേക്കും കയറി കൊണ്ട് തറ വീണ് പൊട്ടിപ്പോയി. അതൊരു കുഞ്ഞു ബോൾ, മറ്റേ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടുന്ന കുഞ്ഞു ബോളില്ലേ, പ്ലാസ്റ്റിക്കിനകത്തത്തെ വെയിറ്റ് ഇല്ലാത്ത, അത് വരെ കൊണ്ടപ്പോൾ തന്നെ എങ്ങൊന്ന് വീണ്. അത് വീഴാനായിട്ട് ഇരുന്നതുപോലെ അങ്ങനെ വീണ് പൊട്ടിപ്പോയി. നല്ലൊരു ക്ലോക്കായിരുന്നു. അപ്പോൾ പിന്നെ ഇതുവരെ വാങ്ങിയില്ല. എല്ലാവരും മൊബൈലിലൊക്കെ തന്നെയാണ് സമയം നോക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഒരെണ്ണം വാങ്ങണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ. രാവിലെ ഗോതൂട്ടിന് നോർമൽ പുട്ടാണ് ഉണ്ടാക്കി കൊടുത്തു വിട്ടത്. അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് കൊടുത്തു വിട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പുട്ട്. അവനിനിയിപ്പോൾ വൈകിട്ട് വന്നിട്ട് പുട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പാൽപുട്ട് തയ്യാറാക്കാം. പാൽപുട്ട് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ചിലരൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയാണ്. എങ്കിലും ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ പാൽപുട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കണം. പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് ഇരിപ്പുണ്ട്, അതൊന്ന് ഊറ്റി വടിച്ച് എടുക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ റെഡി ആവണം, പോകണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ് ചേട്ടന്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നാൽ പറ്റത്തില്ല, നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് കിച്ചണിൽ കയറിയായിരുന്നേ. കിച്ചണിൽ കയറി പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, കുറച്ച് പുട്ട് തയ്യാറാക്കിയ രംഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നമ്മുടെ പാൽപുട്ട് തയ്യാറാക്കണ്ടേ, അപ്പോൾ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഒന്നാമത് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ചോറ് എടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഞാൻ തിളപ്പിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കുവാണേ. ചോറ് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കൊഞ്ച് ഇന്നലെ രാത്രി വാങ്ങിക്കൊണ്ട് വന്നതാണേ. അപ്പോൾ കുറച്ച് നമ്മൾ രാത്രി ഫ്രൈ ചെയ്തായിരുന്നു. ഇത് കുറച്ച് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ ചേട്ടന് ചോറ് കൊടുത്തിടല്ലോ. അപ്പോൾ അതങ്ങ് നടന്നോളും. വലിയ കൊഞ്ചൊന്നുമല്ല കേട്ടോ, അതാണ് കുഞ്ഞു കൊഞ്ചുകളാണ്. ഇത്രച്ചേ ഉള്ളൂ, കണ്ട, ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി നമുക്ക് പെട്ടെന്ന് എടുക്കാം. വലിയ വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന്. ഒരുപാട് നമ്മൾ വേവിച്ചെടുത്താൽ റബ്ബർ പോലെ ഹാർഡായി പോകും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഇതാക്കി എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. അങ്ങനെയാണ് നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് അത് റബ്ബർ പോലെ ആയി പോകുമായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ കൊഞ്ച് അല്ലെങ്കിൽ പ്രോൺസ് അങ്ങനെയൊക്കെ പറയാം അറിയാമല്ലോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇവിടെ ഗൗതൂട്ടന് ആദ്യം കൊഞ്ച് ഫ്രൈ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അവന് പിന്നീട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ചപ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഫ്രൈ കഴിക്കും. മറ്റത് കഴിക്കത്തേ ഇല്ല, അട്ട പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതും ഫ്രൈ ചെയ്യാൻ വെച്ചു കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ കത്തിരിക്ക പാൽക്കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ചോറിൻ്റെ കൂടെ ഉള്ള കറികൾ. അത് റെഡിയാക്കാനായിട്ട് വെച്ചതിന് ശേഷം ഞാൻ പാൽപുട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി എടുത്ത് ഉപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു 1/2 കപ്പ് നാളികേരം, അതായത് തേങ്ങ ചിരകിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പാൽപുട്ടാണല്ലോ, അപ്പോൾ പാല് എന്തായാലും വേണം. അപ്പോൾ അതിലേക്ക് കുറച്ച് പാൽപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പാൽപ്പൊടിയും ഒരു 1.5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു മധുരത്തിനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടനും പിള്ളേർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് അകത്ത് പോകും, പാലിൻ്റേതായ ചെറിയൊരു ഗുണങ്ങളും ഒക്കെ കിട്ടും. പാലൊഴിച്ച് നമുക്ക് കുഴയ്ക്കാമോ എന്ന് ചോദിച്ചാൽ പാലൊഴിച്ച് ഞാനങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പാലില്ലേ, ലിക്വിഡ്, അതുപയോഗിച്ച് കുഴയ്ക്കാമോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ചെയ്ത് എടുക്കുവാണേ. അപ്പോൾ പിന്നീട് നമ്മളതിൽ തേങ്ങ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ സ്പെഷ്യലായിട്ട് തേങ്ങയൊന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ഇട്ടില്ല. കാരണം അപ്പോൾ തേങ്ങ ഒരുപാടായിപ്പോവും. ഇപ്പോൾ തന്നെ നമ്മൾ 1/2 കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേകാനായിട്ട് ആവി വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് ഒരു വശമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടല്ല, ഒന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കാനൊന്നും നിന്നില്ല,
ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് വെന്തോളും. വലിയ സമയമൊന്നും വേണ്ടല്ലോ. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മുടെ തിളപ്പിക്കാനായിട്ട് വെച്ച ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് നല്ലതായിട്ട് തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വടിച്ച് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ അതേ അത് മാറ്റിയൊക്കെ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ പുട്ട് ആദ്യത്തെ കുറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കുത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ അതേ കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഈ പുട്ടിങ്ങനെ അവിഞ്ഞ് വരുമ്പോൾ നമ്മൾ സാധാരണ പുട്ടിൻ്റെ മണമല്ല, വേറൊരു മണമാണ്, നല്ലൊരു മണമാണ്, എനിക്കിഷ്ടമാണേ. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കി കുറ്റി പുട്ടുകൾ ഞാനിങ്ങനെ അവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവർക്കും ഒക്കെ കൊടുത്ത് ചോറും ചേട്ടന് റെഡിയാക്കിയൊക്കെ കൊടുത്ത് ശേഷം ഞാൻ മമ്മിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞാനും മമ്മിയും അമൃതാശം കൂടിയാണ് പോകുന്നത്. അമൃതാശം എന്ന് പറയുന്നത് ചിന്നുവിൻ്റെ ഹസ്ബൻഡാണേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഹോസ്പിറ്റലെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നിഷിലോട്ടാണ് പോകുന്നത്. നിഷ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ഈ ട്രിവാൻഡ്രത്തൊക്കെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ പേര്. അതായത് നമുക്ക് കേൾവിക്കോ സംസാരത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന ഒരു സ്ഥലമാണ് നിഷ് എന്ന് പറയുന്നത്. അത് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആറ്റിങ്ങൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ കിംസിലോട്ട് പോകുമല്ലോ, കിംസിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ നിഷ് എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്താണ് ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവിടെ എന്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ ആ സമയം കൊണ്ട് എത്തി കേട്ടോ. എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് റിസപ്ഷനിൽ നിന്ന് നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിനാണ് നമ്മൾ വന്നത്. ഇതിന് മുന്നേ ഒരു ദിവസവും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാനവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. മമ്മിയുടെ കൂടെ ഒരാളെ ചെല്ലേണ്ടതായിട്ടുള്ളൂ. കാരണം അന്ന് നമുക്ക് ഹിയറിംഗ് എയ്ഡ് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ള ദിവസമായിരുന്നു. അപ്പോൾ അത് അവർ വെച്ച് നോക്കുകയും പിന്നെ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ മമ്മി അമൃതാശം കൂടിയിട്ട് കയറി കേട്ടോ. ഞാൻ പുറത്തിരിക്കാൻ തോന്നി. എനിക്ക് സത്യം പറഞ്ഞാൽ വിലയെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. എങ്ങനെ മേടിക്കണം, ഇതിൻ്റെ ക്വാളിറ്റി, ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അത് നമ്മൾ തുറന്ന് തന്നെ പറയണമല്ലോ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ച് എത്തത്തില്ല. അപ്പോൾ കുറച്ചും കൂടി അറിവും വിവരവും ഉള്ളവരാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, അവർ ചോദിച്ചോളൂ. അപ്പോൾ ഒരാൾക്കേ അകത്തോട്ട് പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കാം, പോയി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മിയും അമൃതാശും കൂടിയൊക്കെ പോയി. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ. ഈ ഹിയറിംഗ് എയ്ഡ് എന്താണെന്നും എത്ര തരത്തിലുണ്ട് എന്നുള്ളതൊക്കെ. ഇത് ഈ കാണുന്നതാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്. അതായത് ഒരു ബട്ടൺ പോലെ ചെവിയുടെ അകത്ത് തന്നെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതെടുക്കാനാണ് ഞാൻ മമ്മിയോട് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രായം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിക്കകത്തുള്ള മസിലുകൾക്ക് ചില ആ ഒരു സ്ട്രെങ്ത് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ ഊരി വീഴ്ന്നു പോകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് മമ്മിക്ക് വലിയ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അല്ലാത്തത് വയ്ക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മമ്മിക്ക് കേൾവിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അവിടെ ചെന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ഒരുപാട് കൊച്ചു കൊച്ചു കുട്ടികൾക്ക് കേൾവി തകരാറുള്ളതും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവിടെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അവർക്ക് വേണ്ടുന്ന തെറാപ്പികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിഞ്ഞുകൂടായ്കയുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോകണം കേട്ടോ. കുട്ടികൾക്കോ മുതിർന്നവർക്കോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാര്യം കൊണ്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് പോകുന്നത് നല്ലതായിരിക്കും. അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ മമ്മി ആ ഹിയറിംഗ് എയ്ഡൊക്കെ വെച്ച് ഒന്ന് കുറേ നേരം ടെസ്റ്റ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങിയിരുന്ന് പതുക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ പറയുന്ന രംഗമാണ് കേട്ടോ. കുറച്ച് നേരത്തെ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ വന്നിങ്ങനെ ചോദിക്കും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്നതിന് ശേഷം അവിടെ ഒരു റൂം കണ്ടില്ലേ ഇപ്പോൾ കുറച്ച് മുന്നേ, ആ റൂമിനകത്ത് കുട്ടികൾക്കുള്ള സ്പീച്ചിങ്, അതായത് ചെറിയ വിക്കൊക്കെ ഉള്ള കുട്ടികളൊക്കെ കാണുമല്ലോ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ്. കാരണം അവർ മുതിർന്ന് വരുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു വിഷമതകളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പൊതു സമൂഹത്തിൽ പലരും കളിയാക്കലുകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുത്താൽ അത് മാറ്റിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ.
അപ്പോൾ അതിനുള്ള ഒരു റൂമാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. പിന്നെ നമുക്ക് മമ്മിക്ക് ഒരു തലകറക്കത്തിൻ്റെ ഒരു ഡോക്ടർ, അതായത് നമ്മുടെ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ചെവിക്കകത്തുള്ള ഫ്ലൂയിഡിൻ്റെ ചെറിയൊരു പ്രശ്നം കൊണ്ടായിരുന്നു തല കറക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് വേറൊരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ആ ഡോക്ടർ ENT കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ENT ഒക്കെ കണ്ട് നമ്മളെല്ലാം മരുന്നുകളൊക്കെ കുറിച്ച് വാങ്ങിയതിന് ശേഷം നമ്മളിങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ വേറെ ഇതൊന്നുമില്ലായിരുന്നു. ഏകദേശം നമ്മൾ രാവിലെ ഒരു 9:15 9:20 അവിടെ എത്തി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം 2 മണി കഴിഞ്ഞു കേട്ടോ. അത്രയും ലേറ്റായി. എന്തായാലും നമുക്ക് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കുട്ടികൾക്കോ മുതിർന്നവർക്കോ അച്ഛനോ അമ്മയ്ക്കോ കുട്ടികൾക്കോ ഒക്കെ ഇതുപോലെ സ്പീച്ചിലോ, ഇപ്പോൾ സ്പീച്ചിൽ കുട്ടികൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഹിയറിങ്ങിൻ്റെ പ്രശ്നമായിരുന്നത് പ്രായാധിക്യം കൊണ്ടും വരാമല്ലോ. അപ്പോൾ അത് പരിഹരിക്കാനും ഒക്കെ നമുക്ക് ഇവിടം നല്ലൊരു സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരിക. ഞാൻ പറയുകയാണ്, ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ കിംസ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ നിഷ എന്ന് പറയുന്ന സ്ഥാപനം. ഒരുപാട് വലിയ ഒരു ഇതുപോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഇവരുടെ തന്നെ കോളേജും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ ഹിയറിങ്ങിൻ്റെയും സ്പീച്ചിൻ്റെയും തെറാപ്പിസ്റ്റുകൾ വാർത്തെടുക്കുന്ന ഒരു കോളേജ് ഇവരുടെ തന്നെയാണ്. ഹോസ്പിറ്റലിൻ്റെ ആദ്യം കാണുന്നതാണ്, അതായത് ഇതാണ് ഹോസ്പിറ്റൽ. അവിടെ നമ്മളിങ്ങനെ മുന്നോട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഈ കാണുന്നതാണ് കോളേജ് എന്ന് പറയുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഉണ്ട് കേട്ടോ, പഠിക്കാനായിട്ട് ഒത്തിരി സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി 2 ആഴ്ച കഴിയുമ്പോഴേക്കും മമ്മിക്ക് ഹിയറിംഗ് ആയിട്ട് കയ്യിൽ കിട്ടും. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കാനും എടുക്കാനും ഒക്കെ പറ്റും. ഇപ്പോൾ കേൾക്കാൻ പറ്റില്ല എന്നല്ല, ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അത് നമ്മൾ ആദ്യമേ തന്നെ പരിഹരിച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും വിശേഷങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.